കുട്ടനാടൻ വെള്ളപ്പൊക്കം എന്നത് പറയുന്നത് കുട്ടനാടിൻ്റെ അനുഗ്രഹമായിരുന്നു. കാരണം ഒരു ആനുവൽ ബോഡി ബാത്താണ് ഓരോ വെള്ളപ്പൊക്കം കഴിയുമ്പോഴും കുട്ടനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ലോകത്തെ മികച്ച 42 രാജ്യങ്ങളിലൊന്നായി ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് സിസ്റ്റം എന്നാണ് UN-ന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ കുട്ടനാടിനെ വിശേഷിപ്പിച്ചിരിക്കുക. ഈ ലോകത്തിൻ്റെ വിവിധ തരത്തിലുള്ള രുചിഭേദങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുട്ടനാട്ടിലെത്തിയാൽ ലോകത്തിൽ അവരെവിടെ ചെന്നാലും ആസ്വദിക്കുന്നതിനേക്കാളും ഏറെ ഇഷ്ടപ്പെടുന്ന രുചിഭേദങ്ങളിലൂടെ സഞ്ചാരികളെ കൊണ്ടുപോകാനായിട്ട് കുട്ടനാട്ടുകാർക്ക് കഴിയും എന്നതിൽ സംശയമില്ല. കുട്ടനാട് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന നെൽകൃഷിയിലാണ്. ആണ്ടുവട്ടം മുഴുവൻ വിനോദസഞ്ചാര സാധ്യതയുള്ള കുട്ടനാട്ടിലെ നെൽകൃഷി നെൽകൃഷി മേഖല എന്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല? കുട്ടനാട് ദൈവത്തിൻ്റെ അനുഗ്രഹീത നാടാണ്. ടൂറിസത്തിനും കൃഷിക്കും മതസൗഹാർദ്ദത്തിനും പേര് കേട്ട കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട് ലോകത്തിൽ 3 മുതൽ 8 വരെ അടി താഴ്ചയിൽ, സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ചയിൽ നെൽകൃഷി ചെയ്യുന്ന വലിയ ഒരു ഭൂപ്രദേശം. ഭൂമി ദൈവത്താൽ നിർമ്മിതമാണെങ്കിൽ കുട്ടനാട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യകരങ്ങളാലാണ്. നീണ്ടു പരന്നു കിടക്കുന്ന കായലുകൾ, അവിടെ ചിറ പിടിച്ച് വെള്ളം വറ്റിച്ച് കൃഷി ചെയ്ത പൂർവികരുടെ അനുഗ്രഹീത കഴിവിൽ നിന്നാണ് കുട്ടനാടെന്ന് പറയുന്ന ഭൂപ്രദേശം രൂപപ്പെട്ടത്. കുട്ടനാട് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന നെൽകൃഷിയിലാണ്. ആണ്ടുവട്ടം മുഴുവൻ വിനോദസഞ്ചാര സാധ്യതയുള്ള കുട്ടനാട്ടിലെ നെൽകൃഷി നെൽകൃഷി മേഖല എന്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല? അതിൻ്റെ എല്ലാ വശങ്ങളും നന്മകളും നമുക്ക് നേടിയെടുക്കാൻ പറ്റണം വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട്. ശാന്തമായി ഒരു വർഷക്കാലത്തെ തങ്ങളുടെ ടെൻഷനെല്ലാം ഒഴിവാക്കാനായിട്ട് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും സുന്ദരമായി ഈ ഭൂമിയിൽ 1, 2, 3 ദിവസം താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ അവരെന്തു വിലയും തരാൻ തയ്യാറാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ശാന്തമായി നമ്മുടെ കുട്ടനാട്ടിൽ ഫാം ടൂറിസവും നമ്മുടെ കായൽ നിലങ്ങളുടെയും ചെറുപാടശേഖരങ്ങളുടെയും ബണ്ടുകളിൽ ടെൻറ്റുകൾ കെട്ടി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവണം. ഇതൊരു സുരക്ഷിതമായ പ്രദേശമാണ്, ഇവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, പരിശീലിക്കാനുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ മറ്റു പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ആളുകളുമൊക്കെ കുട്ടനാട്ടിലേക്ക് എത്തും. കുട്ടനാടിൻ്റെ സംസ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട്, സഹകരണത്തിൻ്റെ സംസ്കാരമാണ്. കാരണം കൃഷി ഒരു സഹകരണ അടിസ്ഥാനത്തിലുള്ള ഒന്നാണ്. ഒരാളോ 2 പേരോ മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല കുട്ടനാട്ടിലെ നെൽകൃഷി. ഒരു വലിയ പാടശേഖരം 100-150 ആളുകളുടെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു സഹകരണമില്ലാതെ ഒരു ഫാക്ടറി വേണമെന്നുണ്ടെങ്കിൽ ഒരു മാനേജർക്ക് നടത്തിക്കൊണ്ട് പോകാം. പക്ഷേ കുട്ടനാട്ടിലെ ഒരു പാടശേഖരത്തിൽ കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭൂമുടമകളും തൊഴിലാളികളും എല്ലാവരും കൂടി ഒന്നിച്ചൊരേപോലെ നിന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ ഒരു മാനേജർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെയാണ് കുട്ടനാട്. ഇത് ഒരു സഹകരണ സംസ്കാരമാണ് കുട്ടനാട്ടിൽ വളരുന്നത്. ഈ സഹകരണ സംസ്കാരത്തിന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കുട്ടനാടിനെ എത്തിക്കാൻ പറ്റണം. അവിടുത്തെ ഫാം ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടുത്തെ വഴികൾ നന്നാക്കി, തോടുകൾ വൃത്തിയാക്കി, തോടുകളിലൂടെ സഞ്ചാരികൾക്ക് ചെറുവള്ളങ്ങളിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ എത്ര സുന്ദരമായ കനാലുകളാണ് കുട്ടനാട്ടിലുള്ളത്. ആ കനാലുകളിൽ ആണ്ടുവട്ടത്തിൽ പലപ്പോഴായിട്ട് ചുണ്ടൻ വള്ളംകളിയോ ചെറുവള്ളംകളികളോ ഒക്കെ സംഘടിപ്പിച്ചാൽ കൃത്യമായ സമയങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയധികം ടൂറിസ്റ്റുകൾ എത്തും. ലോകത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ കുട്ടനാടിനെ അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ സൗന്ദര്യവും പാരമ്പര്യവും പൗരാണികതയും സാംസ്കാരികതയും എല്ലാം ചേർന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കുട്ടനാടൻ ജനതയുടെ അതിജീവനത്തിൻ്റെ കഥ അത് ലോകം മുഴുവൻ വളരെ പ്രസിദ്ധമാണ്. നമുക്കറിയാം, വെള്ളത്താൽ മുറിയപ്പെട്ട ഒരു ജനസമൂഹമാണ് കുട്ടനാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം കൊണ്ട് നിറവും നന്മയുമൊക്കെ നിറയ്ക്കാൻ പറ്റുന്ന പുതിയ സാധ്യതകളും പുതിയ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുവാൻ കുട്ടനാട്ടിൽ സാഹചര്യങ്ങളുണ്ടാവണം.
ഈ വെള്ളപ്പൊക്കം ദുരന്തവും ദുരിതവുമായിട്ടൊക്കെയാണ് പലപ്പോഴും ദേശീയ മാധ്യമങ്ങളും പൊതുമാധ്യമങ്ങളുമൊക്കെ ചിത്രീകരിക്കുന്നത്. എന്നാൽ അതിനപ്പുറം കുട്ടനാട് എന്ന് പറയുന്നത്, അല്ലെ കുട്ടനാടൻ ജനതയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഇതിനെയെല്ലാം അതിജീവിക്കുന്ന വലിയ കരുത്ത് അവരുടെ മനസ്സിലും ശരീരത്തിലുമുണ്ട്. മുൻപൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ആളുകൾ കാത്തിരുന്നു. കുട്ടനാടൻ വെള്ളപ്പൊക്കം എന്നത് പറയുന്നത് കുട്ടനാടിൻ്റെ അനുഗ്രഹമായിരുന്നു. കാരണം ഒരു ആനുവൽ ബോഡി ബാത്താണ് ഓരോ വെള്ളപ്പൊക്കം കഴിയുമ്പോഴും കുട്ടനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. കുട്ടനാടിൻ്റെ മാലിന്യങ്ങളെല്ലാം അവിടെ നിന്ന് മാറപ്പെടുകയും കുട്ടനാട്ടിലേക്ക് മറ്റ് ദേശങ്ങളിലേക്ക് എക്കലും വളവും മണ്ണുമൊക്കെ നിറഞ്ഞ് ഒരു ഫലപുഷ്ടമായ പുതിയ കുട്ടനാടായി, സുന്ദരിയായ കുട്ടനാടായി ഓരോ വെള്ളപ്പൊക്കവും കുട്ടനാടിനെ മാറ്റുകയായിരുന്നു. 2018 അതിനൊരു ചെറിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. അല്പം ഭയകരമായ, ഭീതിജനകമായ അവസ്ഥയൊക്കെ കുട്ടനാട്ടിൽ സംജാതമാവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ഈ വെള്ളപ്പൊക്കത്തെ, പ്രളയത്തെ നമുക്ക് കൂടുതൽ സന്തോഷകരമായ, കൂടുതൽ ആസ്വാദ്യകരമായ ഒരു വിനോദസഞ്ചാര മേഖലയായി മാറ്റിക്കൂടാ? നമുക്കറിയാം 2018 പോലും ഇത്രയും വലിയ ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ, ഭീതിജനമായ കാര്യങ്ങൾ, ആളുകൾ പലായനം ചെയ്യുന്ന കഥകളും വാർത്തകളും ഒക്കെ വരുമ്പോഴും പല ആളുകളെ രക്ഷിക്കാൻ വേണ്ടി, കുട്ടനാടൻ ജനതയെ രക്ഷിക്കാൻ വരുന്നതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തെ, ഈ അതിജീവനത്തിൻ്റെ സാഹചര്യത്തെ കാണുവാനും ആസ്വദിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ വെള്ളപ്പൊക്കത്തെ ഓരോ വർഷവും ഒരു ടൂറിസം സീസണാക്കി മാറ്റാൻ സാധിക്കില്ലേ? ഈ അതിജീവനത്തിൻ്റെ കഥകൾ ആസ്വദിക്കുവാൻ അവർക്കും അവസരം കൊടുത്തുകൂടെ? അപ്പോൾ ഒരു ഫ്ലഡ് ടൂറിസം പാക്കേജ് നമുക്കുണ്ടാക്കുവാൻ സാധിക്കണം. അത് കുട്ടനാടൻ ജനത മാത്രം താല്പര്യപ്പെട്ടാൽ ഉണ്ടാകുന്നൊരു കാര്യമല്ല. സംസ്ഥാന സർക്കാരിൻ്റെയും ദേശീയ ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ വലിയൊരു പിന്തുണ അക്കാര്യത്തിലുണ്ടാവണം. ഇതേതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ടൂറിസം പാക്കേജായി മാറരുത്. അത് കുട്ടനാട്ടുകാർക്ക് തന്നെ അതിന് ഗുണഭോക്താക്കളായി മാറുകയും അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സും സാഹചര്യങ്ങളും അവർക്ക് തന്നെ ലഭ്യമാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അതുകൊണ്ട് വെള്ളപ്പൊക്കം വരാൻ കാത്തിരിക്കുന്ന ഒരു ജനത നാളെ കുട്ടനാട്ടിലുണ്ടാവും. കാരണം വെള്ളപ്പൊക്കം അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി കൂടി നേടിത്തരുന്ന ഒരു കാലമായിട്ട് മാറും. രണ്ടാമത്, പെയ്തിറങ്ങുന്നതും ഒഴുകി വരുന്നതുമായ മഴവെള്ളം അത് ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നുണ്ട്, വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നുണ്ട്. അതിനെ എന്തുകൊണ്ടാണ് ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാത്തത്? കാരണം കുട്ടനാട്ടിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോഴും കുടിവെള്ളത്തിന് വലിയ ക്ഷാമം ഇന്നും നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ഉണ്ട്. കുട്ടനാടിൻ്റെ ടൂറിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാനാകാത്ത കാര്യമാണ് കുട്ടനാടിൻ്റെ തനത് രുചികൾ. നമുക്കറിയാം, ആറ്റുമീനുകളെല്ലാം ലഭ്യമാകുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. കാരി, കൂരി, വാള, കരിമീൻ, കൊഞ്ച് എന്നീ ചെമ്പല്ലി, അങ്ങനെ പുറമേക്ക് ആളുകൾക്ക് പരിചയമില്ലാത്ത പല തരത്തിലുള്ള, പല ഇനത്തിലുള്ള മീനുകൾ കുട്ടനാട്ടിൽ ലഭ്യമാണ്. നമുക്കറിയാം, കരിമീൻ മപ്പാസ് ഇന്ന് പല പേരുകളിൽ ലോകപ്രശസ്തമായ, എനിക്ക് തോന്നുന്നത് ഫിഷ് നിർവാണ എന്ന പേരിൽ ലോകപ്രശസ്തമായ കരിമീൻ മപ്പാസിൻ്റെ ഉത്ഭവം തന്നെ കുട്ടനാട്ടിലെ അമ്മച്ചിമാരുടെ അടുക്കളയിൽ നിന്നാണ്. അപ്പോൾ എത്ര മനോഹരമായ ഒരു വിഭവം ഒരുക്കി മേശയിൽ വിളമ്പി എല്ലാവരെയും സ്നേഹത്തോടെ ഊട്ടിയിരുന്ന അമ്മച്ചിമാരുടെ ഈ വിഭവം ഇന്ന് 5 സ്റ്റാർ ഹോട്ടലുകൾ വരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുട്ടനാടൻ പ്രദേശങ്ങൾ സഞ്ചരിച്ച് അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ വരുന്ന ഒരു വിദേശീയന് അല്ലെ സ്വദേശീയന് ഏറ്റവും മനോഹരമായ രീതിയിൽ സ്നേഹത്തോടെ വിളമ്പാനായിട്ടുള്ളത് അവിടുത്തെ തനത് രുചികളാണ്. തനത് രുചികളിൽ നിങ്ങൾക്കറിയാം, ഒഴിവാക്കാനാവാത്തതാണ് നമ്മുടെ കള്ളും കരിക്കും എല്ലാം. ഏറ്റവും മനോഹരമായ ഒരു പ്രദേശത്ത് വന്നു നിന്ന് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ടെൻഷൻ നിറഞ്ഞ ദിനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ശാന്തസുന്ദരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രകൃതി രമണീയമായ ഗ്രാമാന്തരീക്ഷത്തിൽ കടന്നു വരുന്നത് എത്ര മനോഹരമായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സകല ടെൻഷനുകളെയും മാറ്റിമറിച്ചുകൊണ്ട് അവിടുത്തെ തനത് രുചി ആസ്വദിച്ച്, ഇപ്പോൾ നമ്മളെയൊക്കെ ഈ കൃത്യമായിട്ട് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒക്കെ ആഘോഷിക്കുന്നത് വിവിധ തരത്തിലുള്ള രുചികൾ തേടി അലയുന്ന സഞ്ചാരികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും വിവിധ രുചികൾ തേടി അലയുന്ന സഞ്ചാരികൾക്ക് ഒരു പറുദീസയാണ് കുട്ടനാട് എന്ന് തന്നെ പറയാം. കുട്ടനാടിൻ്റെ തനത് വിഭവമാണ് താറാവ് കറി,
പുട്ട്, ആവിയിലുണ്ടാക്കുന്ന പുട്ട്, പിന്നെ നമുക്കറിയാം കൊഞ്ചുകറി, കൊഞ്ചും മാങ്ങായും, പീര പറ്റിച്ചത്, നിസ്സാരമായിട്ട് നമ്മൾ മത്തി പീര പറ്റിച്ചതെന്ന് പറയുമ്പോൾ പീര പറ്റിച്ചതിൻ്റെയൊക്കെ തനത് രുചി കേന്ദ്രങ്ങളാണ് നമ്മളുടെ കുട്ടനാട്ടുകാർ വിളമ്പുന്ന ഈ വിഭവങ്ങളിലുള്ളത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നാടാണ് കേരളം. കേരളത്തിൻ്റെ സൗന്ദര്യം ലോകപ്രശസ്തവുമാണ്. പക്ഷേ കേരളത്തിൻ്റെ സൗന്ദര്യം മൊത്തമായിട്ട് വിദേശികളിലിട്ട് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കുട്ടനാട് നമ്മളെപ്പോഴും ടൂറിസത്തിന് വേണ്ടി പറയുന്നതാണ്. പക്ഷേ കുട്ടനാട് മാത്രമായിട്ട് ഒരു ടൂറിസം പാക്കേജ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നു. ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയ്ക്ക് സ്വന്തമായി മാറുന്നു. പക്ഷേ ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉൾനാടൻ ജീവിതം കാണുവാൻ പറ്റുന്ന ഒരു പ്രദേശമെന്ന് പറയുന്നത് ആദ്യത്തെ 5 പ്രദേശങ്ങളെടുത്താൽ അതിലൊന്നെന്ന് പറയുന്നത് കുട്ടനാടായിരിക്കും. നെതർലാൻഡ്സും വിയറ്റ്നാമിലെ മെക്കോങ് ഡെൽറ്റയും അതോടൊപ്പം തന്നെ വെനീസും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നാട്. ലോകത്ത് മറ്റൊരു പ്രത്യേകത കൂടി കുട്ടനാടിനുണ്ട്. അതെന്ന് പറയുക, ലോകത്തെ പൈതൃക കൃഷിരീതി പിന്തുടരുന്ന ലോകത്തെ മികച്ച 42 രാജ്യങ്ങളിലൊന്നായി ഗ്ലോബലി ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് സിസ്റ്റം എന്നാണ് UN-ൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ കുട്ടനാടിനെ വിശേഷിപ്പിച്ചിരിക്കുക. അങ്ങനെ ലോകത്തെ 42 ഇടങ്ങളിലൊന്നാണ് കുട്ടനാട്. പക്ഷേ അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കുട്ടനാടിന് കിട്ടുന്നുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരും. കുട്ടനാടിന് മാത്രമായിട്ട് ഈ സൗന്ദര്യത്തെ ഒപ്പാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി കൂടിയേ തീരൂ. കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ 50 മികച്ച സ്ഥലങ്ങളെ ടൂറിസം സ്പോട്ടുകളായിട്ട് വളർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാത് സംസ്ഥാന സർക്കാരുകളോട് ചേർന്നാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുക. തീർച്ചയായിട്ടും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ സ്വന്തം കുട്ടനാടിനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിയാൽ അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല, പിന്നെയോ കുട്ടനാടൻ കർഷകരെയും ലോകത്തിനു മുമ്പിൽ അതോടൊപ്പം തന്നെ മനോഹരമായൊരു സ്ഥലത്തെയും അവതരിപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പെയ്തിറങ്ങുന്നതും ഒഴുകി വരുന്നതുമായ വെള്ളത്തെ ശാസ്ത്രീയമായി തടഞ്ഞു നിർത്തി അതിനെ ശുദ്ധീകരിച്ച് അത് കുപ്പിവെള്ളമോ മറ്റെന്തെങ്കിലും ജലസ്രോതസ്സുകളിലേക്ക് മാറ്റി കുടിവെള്ളമാക്കിയാൽ വലിയ ഒരു സാമ്പത്തിക വരുമാനവും ഒരു തൊഴിൽ മേഖലയുമായിട്ട് അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഒപ്പം തന്നെ വെള്ളപ്പൊക്കത്തെ തടയാനുള്ള ഒരു പ്രതിവിധിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത്തരം സാങ്കേതികമായ സഹായങ്ങൾ, സാധ്യതകൾ ഒക്കെ കുട്ടനാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്തിയാൽ ഈ വെള്ളപ്പൊക്ക വിനോദസഞ്ചാര മേഖല വലിയൊരു സാധ്യതയായിട്ട് നമുക്ക് മാറും. അത് കുട്ടനാടിന് വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്യും. ഈ ലോകത്തിൻ്റെ വിവിധ തരത്തിലുള്ള രുചിഭേദങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുട്ടനാട്ടിലെത്തിയാൽ ലോകത്തിൽ അവരെവിടെ ചെന്നാലും ആസ്വദിക്കുന്നതിനേക്കാളും ഏറെ ഇഷ്ടപ്പെടുന്ന രുചിഭേദങ്ങളിലൂടെ സഞ്ചാരികളെ കൊണ്ടുപോകാനായിട്ട് കുട്ടനാട്ടുകാർക്ക് കഴിയും എന്നതിൽ സംശയമില്ല. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഡെസ്റ്റിനേഷൻ ടൂറിസം പ്ലേസുകളൊന്നായി കുട്ടനാട് മാറുമ്പോൾ കുട്ടനാട്ടിലെ രുചിഭേദങ്ങളും ലോകത്തിൻ്റെ മുക്കിനും മൂലയിലും എത്തപ്പെടണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുട്ടനാടിനെ കൈപ്പിടിയിലൊതുക്കാൻ കുട്ടനാടിൻ്റെ മക്കൾക്കാവണം. അതോടൊപ്പം തന്നെ കേരളത്തിലും ദേശീയ തലത്തിലും ഈ കുട്ടനാട് ഒരു പ്രമുഖ സ്ഥാനമായി പ്രമുഖ സ്ഥലമായി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കണം. അതിന് കുട്ടനാട്ടുകാരുടേതായിട്ടുള്ള ശ്രമം വളരെയേറെ ആവശ്യമുണ്ട്. സർക്കാരിൻ്റെ സഹകരണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റായിട്ടും മാറണം. അതിനുവേണ്ടി ഒരു ശ്രമം എല്ലായിടത്തും വേണ്ടി ഉണ്ടായിരിക്കുന്നു. കുട്ടനാട്ടിലെ കർഷകരെ ഒരു നെല്ലറ മാത്രമായിട്ട് ഒഴിച്ചിടേണ്ടതല്ല. അത്ഭുതകരമായ കൃഷിരീതി നടത്തുന്ന, വെള്ളത്തിന് താഴ്ചയിൽ കൃഷി നടത്തുന്ന ബോട്ടുകളിലൂടെ പോകുമ്പോൾ അത്ഭുതകരമായി നോക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു നിലയോളം താഴെ കായൽ നിലങ്ങളിൽ കൃഷി നിറഞ്ഞ പച്ചപ്പുമായി നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ആ കാഴ്ച ലോകത്തിന് കാട്ടിക്കൊടുക്കണം. അതുകൊണ്ട് കുട്ടനാടിന് വേണ്ടിയിട്ട് ഒരു ടൂറിസം പദ്ധതി ഉണ്ടായേ തീരൂ.